വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. 20 വർഷങ്ങൾക്ക് ശേഷം മകനും ഉമ്മയും ഒരുമിക്കുന്ന ആനന്ദകരമായ നിമിഷത്തിന് പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും സ്മരണകളുയർത്തുന്ന ബലിപെരുന്നാളിൻ്റെ ദിനമായ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു വിജയം മലയാളികളുടെ വിജയമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു സഹോദരന് വേണ്ടി ഇത്രയും വലിയ ഒരു സംഖ്യ ചാരിറ്റിയിലൂടെ കണ്ടെത്തി റഹീമെന്ന ആ സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി ഒരേ മനസ്സോടെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അതിന് അർഹതപ്പെട്ട വിജയം ലഭിക്കുന്നു. ഒരിക്കലും കണ്ടുമുട്ടില്ലെന്ന് കരുതിയ ഉമ്മയും മകനും ഫറൂഖ് കോടമ്പുഴയിലെ സീനത്ത് മൻസിലിൽ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ആനന്ദക്കണ്ണീർ ഒഴുക്കുന്ന സുന്ദര നിമിഷങ്ങൾ. ഈ ഒരു വിജയത്തിന്, ഈ ഒരു മോചനത്തിന് ഒട്ടനേകം ആളുകളുണ്ട്, ഒട്ടനവധി വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവർക്കും അഭിമാനിക്കാം. 2006 റഹീം എന്ന സഹോദരൻ തൻ്റെ സ്പോൺസറുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജയിലിലാകുന്നത്. പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. പക്ഷേ അത്ഭുതകരമായി എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മോചനം ലഭിക്കുന്നു. ചെറിയ ഒരു സംഖ്യയല്ല ദിയാധനമായി ആവശ്യപ്പെട്ടിരുന്നത്. നമുക്കറിയാം 34 കോടി രൂപയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് സമാഹരിച്ച് ആ സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ഏറ്റവും ആദ്യം ആ ഒരു വിഷയത്തിൽ നന്ദി പറയേണ്ടത് ബോച്ചയ്ക്ക് തന്നെയാണ്. 34 കോടി എന്ന് കേട്ട് പകച്ചു നിന്ന മലയാളികളുടെ മുന്നിലേക്ക് നമ്മൾ ഒത്തുപിടിച്ചാൽ കഴിയാത്തതൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി റോട്ടിലേക്കിറങ്ങി ആ സംഖ്യ സമാഹരിക്കാൻ ആദ്യം നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ മണ്ണിൽ ബോച്ച തന്നെയായിരുന്നു. റഹീം എന്ന സഹോദരൻ്റെ മോചനാവശ്യവുമായി ബന്ധപ്പെട്ട് സംഘടിതമായി പ്രവർത്തിച്ച അനേകം ആളുകളുണ്ട്, അവരെയൊന്നും മറന്നു പോകുന്നില്ല. പക്ഷേ അത്ര വലിയൊരു സംഖ്യ ദിയാധനമായ കുടുംബത്തിന് നൽകപ്പെടണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് സമാഹരിക്കാൻ മലയാളികൾക്ക് ധൈര്യം നൽകി മുന്നിട്ടിറങ്ങിയത് ബോച്ച തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല. ജയിലുദ്യോഗസ്ഥൻ തന്നെയാണ് സൗദി എയർപോർട്ടിൽ റഹീം എന്ന സഹോദരനെ എത്തിച്ചതും ഇമിഗ്രേഷൻ നിയമ നടപടികൾ എല്ലാം പൂർത്തിയാക്കി കയറ്റിവിട്ടതും. ഇന്ന് കാലത്ത് 8:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റഹീം എത്തുന്നത്. എയർപോർട്ടിലും തൻ്റെ വസതിയിലും ജനക്കൂട്ടമായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഇതൊന്നും അറിയാത്ത പുതുതലമുറയും എല്ലാം തിങ്ങിക്കൂടി നിറഞ്ഞ ദിവസമായിരുന്നു ഇന്നത്തെ പെരുന്നാൾ ദിനം. എന്തെല്ലാം അനുഭവങ്ങൾ ഈ 20 വർഷത്തിനുള്ളിൽ അദ്ദേഹം നേരിട്ടു, അദ്ദേഹത്തിൻ്റെ മാതാവ് നേരിട്ടു. നമുക്കൊന്നും അതിനെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. ഇനി അത്തരത്തിലുള്ള ഒരവസ്ഥയൊന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കോടിക്കണക്കിന് ആളുകളുടെ പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് തന്നെയാണ് ആ സഹോദരൻ ഇന്ന് സ്വന്തം നാട്ടിലെത്തി തൻ്റെ ഉമ്മയെയും തൻ്റെ കുടുംബങ്ങളെയും കെട്ടിപ്പുണരുന്നത്. ദയാധനം സ്വീകരിച്ച് 2024 മാപ്പ് നൽകിയതാണ്. പക്ഷേ പിന്നീട് കോടതിയുടേതായ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ കാത്തിരിക്കേണ്ടി വന്നു. അവസാനം വന്ന വിധി 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു. 20 വർഷം പൂർത്തിയാക്കണമെന്നുള്ള വിധി വന്നപ്പോൾ വീണ്ടും ഒന്ന് ആശങ്കപ്പെട്ടു. ആ ഉമ്മയുടെയും മോൻ്റെയും കണ്ടുമുട്ടൽ ഇനിയും വൈകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പലരുടെയും മനസ്സുകളിൽ നിരാശ കടന്നുകൂടി. പക്ഷേ കോടതിയുടെ വിധി ഇപ്രകാരമായിരുന്നു. 2006 മുതൽ അനുഭവിച്ച അവിടെ നിങ്ങോട്ടുള്ള വർഷങ്ങൾ കൂടി കണക്കാക്കിക്കൊണ്ട് ബാക്കിയുള്ള വർഷങ്ങൾ ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ള വിധി വന്നപ്പോൾ 2026 20 വർഷം പൂർത്തിയാകുന്നു. ജയിൽ മോചിതനാകുന്നു, നാട്ടിൽ തിരിച്ചെത്തുന്നു. അഭിമാനിക്കാം, മലയാളി പൊളിയല്ലേ എന്ന വാചകം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അതിനിടയ്ക്ക് പലതവണ പല പ്രതിസന്ധികളും അദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾക്കിടയിൽ നേരിടുകയുണ്ടായി. പക്ഷേ ആ പ്രതിസന്ധികളെയെല്ലാം സഹായ സമിതിയും ജനങ്ങളും ഒത്തൊരുമിച്ച് അതിനെ മറികടക്കുകയാണുണ്ടായത്. സഹായ സമിതിക്കും അതിനുവേണ്ടി പരിശ്രമിച്ച, അതിനുവേണ്ടി സംഭാവനകൾ നൽകിയ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഈ സന്തോഷ നിമിഷം അർഹതപ്പെട്ടതാണ്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെയാണ് റഹീം എന്ന സഹോദരൻ തൻ്റെ കുടുംബത്തേക്ക് കയറി വന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ സഹായ സമിതി സംഘാടകരും ബോച്ചയുമെല്ലാം എയർപോർട്ടിലുണ്ടായിരുന്നു. സത്യത്തിൽ കണ്ണു നിറയുന്ന സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അതെല്ലാം. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട് കൺമുന്നിൽ കാണുമ്പോൾ നമുക്കിത്ര സന്തോഷമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സന്തോഷം എന്തായിരിക്കും? കുടുംബത്തിൻ്റെ പ്രാരാബ്ദം മറികടക്കാൻ പ്രവാസിയായി തീർന്ന്
നിർഭാഗ്യവശാൽ 20 വർഷം ജയിലറകൾക്കുള്ളിൽ അകപ്പെട്ടുപോയ ആ മനുഷ്യൻ്റെ മനോവിഷമം, ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയില്ല. അതിനൊന്നും നമ്മൾ ചെയ്ത പ്രാർത്ഥനകളോ നമ്മൾ ചെയ്ത ചാരിറ്റിയോ ഒന്നും പകരമാവില്ലെന്നറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് നല്ലൊരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കാം.